പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കനകയും ഗോവിന്ദനും അവിടേക്ക് വരുന്നു. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നവ്യ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ദേവയാനിയും എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നവ്യയോട് ചോദിക്കും, നീ എന്ത് തോന്നിവാസമാണ് കാണിച്ചത്? ആരോടും ചോദിക്കാതെ ഇവിടുന്ന് വൃത്തികെട്ട വേഷമിട്ട് അഭിനയിക്കാൻ പോയതും കൂടാതെ എല്ലാവർക്കും കാണാൻ വേണ്ടി നീ പബ്ലിസിറ്റിയും കൊടുക്കുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ട് നവ്യ പറയും, ഞാനെങ്ങും പബ്ലിസിറ്റി കൊടുത്തതൊന്നുമല്ല, ഞാൻ അഭിനയിച്ച ഇത് കണ്ടിട്ട് എങ്ങനെയോ വൈറലായി, അത് കണ്ടിട്ട് അവരെൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഞാനായിട്ട് അവരെ വിളിച്ചു വരുത്തിയതൊന്നും അല്ല എന്ന് നവ്യ ഇങ്ങനെ പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കും, ഇത് ഈ നല്ല വീട്ടിലെ പെൺകുട്ടികൾ ചേർന്ന കാര്യമൊന്നും അല്ല. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ പറയും, എങ്കിൽ പിന്നെ ഈ സിനിമയിലും സീരിയലിലും പരസ്യത്തിലും ഒക്കെ അഭിനയിക്കുന്നവർ നല്ല വീട്ടിലെ പെൺകുട്ടി അല്ലെന്നാണോ മുത്തശ്ശി പറയുന്നത്? അഭിനയിക്കുന്നത് തെറ്റൊന്നുള്ള കാര്യമല്ല, പക്ഷെ നീ ചെയ്തത് തെറ്റായ കാര്യമാണ്. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർക്കാതെ നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് തീർച്ചയായും തെറ്റായ കാര്യം തന്നെയാണ്. നിൻ്റെ അനിയത്തിയല്ലേ നയന, അവൾക്ക് ഈ സ്വഭാവമൊന്നുമില്ലല്ലോ, അവൾ അച്ചടക്കത്തോടും കൂടി അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നീ അവളെ കണ്ടുപഠിക്കാത്തത്? അപ്പോൾ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കനകയും ഗോവിന്ദനും വാതുക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ആദർശ് കയറിയിട്ട് ചൂടായിട്ട് പറയും, നീ ചെയ്യുന്നതൊന്നും ഈ അനന്തപുരി തറവാടിന് ചേർന്ന കാര്യങ്ങളല്ല, നീ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും നിനക്കുണ്ടോ? അബി, നീ ഇവൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്നും പറഞ്ഞല്ലേ വിളിച്ചോണ്ട് വന്നത്, എന്നിട്ടിപ്പോൾ എന്തായെന്നും പറഞ്ഞ് അബിയുടെ നേരെ ചാടിക്കടിക്കുകയാണ് ആദർശ്. ഇവൾ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ വീടിന് ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എല്ലാവരുടെയും കൂടെ തന്നെ ജലജയും അബി അവിടെ നിൽപ്പുണ്ട്. അപ്പം ജലജയോട് ചോദിക്കും മുത്തശ്ശി, നീ ഒരു അമ്മായിയമ്മയല്ലേ, നീയല്ലേ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്? അപ്പം നിൻ്റെ തലയിലാണ് നിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. ഒരു മരുമോൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ഡ്രസ്സ് ഇടുന്നു ഉള്ള കാര്യം നീയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ പറയും, അതിന് പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാതെ ഇവളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്ത ഇവളെ ഇവിടുന്ന് പുറത്താക്കുകയാണ് വേണ്ടതെന്ന് ജലജ പറയും. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ എല്ലാവർക്കും എന്നോട് അസൂയയാണ്. അപ്പം ഡയറക്ടർ എന്ത് പറയുന്നു അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്ടർ എന്ത് പറഞ്ഞാലും നീ ചെയ്യുമോ എന്ന് അഭി ചോദിക്കുന്നു. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് വേണമെന്നുള്ളത് നല്ലതെന്ന് തോന്നുകയാണെങ്കിലും ഞാൻ ചെയ്യും, അതിനിപ്പോൾ ആരുടെ അഭിപ്രായമൊന്നും എനിക്ക് വേണ്ട. അപ്പം ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നയന കയറിയോടും, ചേച്ചി എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇത്രയും പേരും ചേച്ചിക്കെതിരാണ്, അതിന് മാത്രം എതിർത്ത് ചേച്ചി സംസാരിക്കാൻ പറ്റുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ചെയ്തത് തീർച്ചയായും തെറ്റാണ്, അപ്പം അത് തെറ്റാണെന്ന് സമ്മതിച്ചേ മതിയാവും. അപ്പം ഇത് കേട്ടിട്ട് നവ്യ പറയും, നിനക്കും എന്നോട് അസൂയാണ്, ഇവരെ പോലെ തന്നെയാണ് നീയും. അപ്പം ഇത് ആദർശ് പറയും, അങ്ങനെയാണെങ്കിൽ നീ താമസിക്കാതെ തന്നെ ഇവിടുന്ന് പുറത്താവും, മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നീ പുറത്തായേനെ, അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് ആദർശ് പറയുന്നു. അപ്പോൾ ഇവരുടെ ഈ സംസാരം വഷളായി കഴിഞ്ഞപ്പോൾ കനകയും ഗോവിന്ദനും അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വന്നിട്ട് ഇതുപോലെ നവ്യോട് ചോദിക്കുന്നു, നീ ഇനി അഭിനയിക്കുമോ? നീ കുറേ നാൾ മുമ്പ് ഇതുപോലെ അഭിനയിച്ചതാണല്ലോ, അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇനിയും ഈ വീട്ടുകാരെയും വഷളാക്കാനെ കൊണ്ട്? അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും, ഇവൾ ആരോടും പറയാതെ എന്തോ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു, എന്താണ് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പം ആദർശ് ഇതുപോലെ ആ പരസ്യം കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ കനകയും ഗോവിന്ദനും ആ പരസ്യം കാണുന്നു. പരസ്യം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നേരെ നവ്യോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ പരസ്യത്തിൽ അഭിനയിച്ചത് തെറ്റാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പെറ്റു വളർത്തിയ എനിക്ക് നിന്നോട് അസൂയയാണെന്ന് നീ പറയുമോ? നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത്രയും വലിയൊരു തറവാട്ടിൽ നീ വന്നു കയറുക എന്നുള്ളത് തന്നെ നീ എന്തോ ചെയ്ത പുണ്യമാണ്. അതുകൂടാതെ നീ ഇവരെ എല്ലാം എതിർത്ത് സംസാരിക്കുന്നത് ശരിയായ കാര്യമല്ല മോളെ. എന്നിട്ട് ഇതുപോലെ കനക പറയും, നിങ്ങൾക്ക് ഇവിടെ ചെകിട്ടത്തടിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചെകിട്ടത്തടിച്ചോളൂ, മരുമോനും അടിക്കാം, ഇവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. നീ സ്വന്തം വീട്ടുകാരെ നാണം കെടുത്തിയത് പോരാഞ്ഞ് ഇത്രയും നല്ലൊരു തറവാടിനെയും കൂടെ നാണം കെടുത്താൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണോ നവ്യേ നീ? അപ്പോൾ ഇത് കേട്ടിട്ട് ഗോവിന്ദൻ പറയും, ഇവളെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഇവളെ നിങ്ങൾ തെള്ളിക്കളഞ്ഞാലും ഞങ്ങളൊന്നും പറയാനും പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയും, ഇവളെ ഇപ്പോൾ തെള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമല്ല, എൻ്റെ പേരക്കുട്ടി ഇവളുടെ വയറ്റിൽ വളരുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾക്കുള്ള ഏക സമാധാനം നയനയെപ്പോലെയുള്ള ഒരു നല്ല മരുമകളെ ഞങ്ങൾക്ക് നിങ്ങൾ തന്നു എന്നുള്ളതുമാണ്. പിന്നെ നയനമോളെ ഓർത്താണ് ഞങ്ങൾ പലതും മിണ്ടാത്തത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ നവ്യ നേരെ അകത്തേക്ക് മാറി നിൽക്കുന്നു. അപ്പം ഇതുപോലെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള കാര്യം മനസ്സിലായിട്ട് നവ്യയുടെ അടുത്തേക്ക് മുത്തശ്ശി പോയിട്ട് പറയുകയാണ്, ഈ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നത്, അപ്പം നീ മര്യാദയ്ക്ക് ആ ചടങ്ങിന് അവിടെ വന്നിരിക്കണം. അതല്ല നീ ഇനിയിപ്പം വേർതിരിച്ചാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഇനി ഞാൻ സംസാരിക്കുന്നത്. ഈ വീട്ടിലെ ഒരു പേരക്കുട്ടി നിൻ്റെ വയറ്റിൽ വളരുന്നത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇത്രയെങ്കിലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. അവസാനം മുത്തശ്ശി പറഞ്ഞു കേട്ട് സമാധാനത്തോടെ നേരെ വന്ന് ചടങ്ങിനിരിക്കുകയാണ് നവ്യ. അപ്പം അവിടേക്ക് വരുന്നുണ്ട് ദേവയാനി. ഇത് കണ്ടിട്ട് പറയും, ഇവിടെ ഈ പോക്കും വരവ് ഒന്ന് കണ്ടിട്ട് ഇവിടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നവ്യയോട് മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണടച്ച് നല്ല ആയുരാരോഗ്യത്തിന് വേണ്ടിയുള്ളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോളണം എന്ന് പറയുന്നു. അപ്പം നവ്യ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സമാധാനം കിട്ടാത്തതിന് ഈ വീട്ടിലുള്ളവർ തന്നെയാണല്ലോ കാരണമെന്ന് പറയുന്നു. തുടർന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് കനക കൊണ്ടൊരു വള ഇട്ട് കൊടുക്കുന്നു. ഈ വള ഇട്ട് കണ്ടിട്ട് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.
അപ്പം ആ വള ഇട്ട് കൊടുക്കുന്നുണ്ടെ പറയും മൂർത്തീസ് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതാണ്, കണ്ടിട്ടൊരു 3/4 പവൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ട് നവ്യ പറയും കൊണ്ടുവന്നപ്പോൾ ഒരു 3-4 പവൻ കൊണ്ടുവരായിരുന്നു എന്ന് പറയും. അന്നേരം ഇത് കേട്ടോണ്ട് ജലജ പറയും എന്തായാലും തൂക്കം കുറവാണെങ്കിലും 916 തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയത് കൊണ്ട്. ഗോവിന്ദൻ പറയും അതെ, തൂക്കം കുറവാണ്, കാരണം ഇത് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ്, അത് ഞങ്ങൾ എവിടെയും ആരുടെയും മുഖത്ത് നോക്കി തന്നെ പറയും. അപ്പോൾ ഈ ചടങ്ങിനിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന എന്ന് പറയാം. അപ്പോൾ ഇളയച്ചൻ പറയും ഡോക്ടറെ വിളിക്കട്ടെ, വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. തുടർന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഗോവിന്ദൻ പിടിച്ച് മോളെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇനി ഇവിടെ ആരെയും വിഷമിപ്പിക്കരുത്, നിൻ്റെ ആരോഗ്യം നീ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. തുടർന്ന് അവർ വീട്ടിലേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് മുത്തശ്ശി ഇളയമയോട് സംസാരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പറ്റാത്ത കാര്യം നടക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞിരുന്നു. വഴക്കും ഒന്നും ഉണ്ടായത് പറഞ്ഞില്ല, അവർ ചടങ്ങിന് വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പങ്കെടുക്കാത്തതിന് മുത്തശ്ശന് നല്ല വിഷമമുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും സംഭവിക്കുക. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യ പുറത്താകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇളയമ്മയോട് സങ്കടം പറയുകയാണ് മുത്തശ്ശി. ഈ വീട്ടിലെ ഒരു കരിവിളക്ക്, കരിന്തിരിയാണ്, അവളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ പറയും, ഇളയമ്മ പറയും എന്ത് പറഞ്ഞിട്ടും ആ കുട്ടിക്ക് മനസ്സിലാകത്തില്ല അമ്മേ, അവൾ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ വാദിക്കുന്നത്. അതിനിപ്പം നമ്മൾ എത്ര പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചാലും അവൾ മാറുമെന്ന് തോന്നുന്നില്ല. കനകയും ഗോവിന്ദനും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവളുടെ കാര്യം പറയുക, അതായത് എന്ത് നല്ല വീട്ടുകാരാണ് അവർ, ഇതുപോലൊരു മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. അവൾക്ക് അർഹതപ്പെട്ടതൊന്നും അല്ല അത്, അവൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടാത്ത അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദു അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ ലക്ഷ്യം വേറൊന്നാണ്, അവൾക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ ഒരു അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. മാത്രമല്ല അവളുടെ കെട്ടിയുണ്ടല്ലോ അബി, അവൻ എങ്ങനെയെങ്കിലും ഇവളെ പുറത്താക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാനുള്ള മാർഗത്തിലേക്കാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതെന്ന് നന്ദു പറയുന്നു. തുടർന്ന് ജലജയും അബിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നാശം പിടിക്കാനൊക്കെ കൊണ്ട് രണ്ടിനും കയറി വരാനും കണ്ട സമയം, ആ രണ്ടെണ്ണം ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഇന്ന് ഇവിടുന്ന് പുറത്തായേനെ. ഇത്രയും നടന്നിട്ടും ആദർശ് നയനെ തള്ളിപ്പറയുന്നതായിട്ട് കണ്ടില്ലല്ലോ. കാരണം അവൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, എങ്ങനെയെങ്കിലും ആദർശിൻ്റെ തൊട്ടടുത്തൊരു കസേര പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. അത് അവൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധിക്കും. അത് സാധിച്ചു കഴിഞ്ഞാൽ നീ കമ്പനിയിൽ നിന്ന് പുറത്താണ്, നീ ഇപ്പോൾ വെറും ഒരു ജോലിക്കാരനാണ്. ആ സ്ഥാനത്ത് നിന്ന് നീ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും പുതിയ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ആദർശിനൊപ്പം ഒരു കസേര എടുക്കാൻ നോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നീ ആ കമ്പനിയിൽ നിന്ന് പുറത്താവും. ഇതിനു മുമ്പ് നീ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവിടെ കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കാൻ സാധിക്കുന്നില്ലല്ലോ അമ്മേ എന്നിങ്ങനെ ജലജയോട് അബി പറയുന്നു. എന്നിട്ട് അബി പറയുന്നുണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ആദർശേട്ടനൊപ്പം ഒരു കസേര, അല്ലെന്നുണ്ടെങ്കിൽ ആദർശേട്ടന് മുകളിലൊരു സ്ഥാനം, അത് ഞാൻ ഇവിടെ ഏറ്റെടുത്തിരിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ജലജ പറയുന്നുണ്ട് ഈ മൂർത്തീസ് കമ്പനി എന്ന് പറയുന്നത് ചെറിയൊരു കമ്പനിയല്ല, വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് അവൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൻ്റെ സ്ഥാനം അവിടെ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് ഓരോന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ജലജ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. തുടർന്ന് എപ്പിസോഡ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.